അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 259. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا دخل العشر الأواخر من رمضان أحيا الليل وأيقظ أهله وجد وشد المئزر. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു, ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിൽ നിന്നുള്ള അവസാനത്തെ 10 ദിവസങ്ങൾ പ്രവേശിച്ചാൽ, കടന്നു വന്നാൽ, റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങൾ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു അഹ്യൽ ലൈല, രാത്രിയെ സജീവമാക്കും, രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കും, അത് സജീവമാക്കും. വഅയ്ഖള അഹ്ലഹു, തന്റെ അഹ്ലുകാരെ വിളിച്ചുണർത്തും. തന്റെ അഹ്ലുകാരെ, ഭാര്യയെയും മറ്റു സന്താനങ്ങളെയും ഒക്കെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി ഇബാദത്തുകൾക്ക് പ്രേരിപ്പിക്കും. വജദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഠിനാധ്വാനം ചെയ്യും. വശദ്ദൽ മിഅ്സറ, തങ്ങൾ അവിടുത്തെ അരയുടുപ്പ്, തുണി, അത് ശക്തമായി ഒന്ന് ഉടുക്കും, കച്ചമുറുക്കും. എന്നിട്ട് ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങും എന്നർത്ഥം. തുണി മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്തുകൾക്ക് വേണ്ടി കൂടുതൽ ശക്തമായി ഒരുങ്ങി എന്നാണ് അർത്ഥം. ഇബാദത്ത് കൂടുതൽ, പതിവിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും പതിവിൽ കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി പരിശ്രമിക്കാനും ഒരുങ്ങി എന്നാണ് അതിന്റെ ഒരു അർത്ഥം. മറ്റൊരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അരയുടുപ്പ് മുറുക്കിക്കെട്ടി എന്ന് പറഞ്ഞാൽ ഭാര്യമാരുമായി ബന്ധപ്പെടാതെ അതിൽ നിന്നും ഒക്കെ മാറി നിന്ന് പൂർണ്ണമായും ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നൊരർത്ഥം പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട്. അഥവാ ഭാര്യ തുണി മുറുക്കി കൊടുത്തു, പിന്നീട് അത് അഴിക്കേണ്ടി വരികയോ നീക്കേണ്ടി വരികയോ ചെയ്യാത്ത രൂപത്തിൽ, ചെയ്യേണ്ടതില്ലാത്ത രൂപത്തിൽ, അതിന്റെ അർത്ഥം ഭാര്യമാരുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമില്ലാത്ത രൂപത്തിൽ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് പൂർണ്ണമായ ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഇങ്ങനെ 2-3 അർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഈ ഹദീസിന് നൽകിയിട്ടുണ്ട്. ആകയാൽ ഇതിന്റെ എല്ലാം ആകത്തുക ഇബാദത്തുകൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും കൂടുതൽ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രാത്രി മുഴുവനും സജീവമാക്കി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാറുണ്ടായിരുന്നു റമളാന്റെ അവസാനത്തെ 10 വരുമ്പോൾ, അവസാനത്തെ 10 ദിവസങ്ങൾ വരുമ്പോൾ. നമുക്കും നമ്മുടെ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ ധന്യമാകണം. ഇബാദത്തുകളിൽ എക്സ്ട്രാ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമേ നാം ചെയ്യുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ പതിവിനേക്കാൾ കുറഞ്ഞതാണ് നാം ചെയ്യുന്നത് എങ്കിൽ, ഒരിക്കലും നാം അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സജീവമാക്കിയതുപോലെ സജീവമാക്കിയവരാകില്ല. അതുകൊണ്ട് നബി തങ്ങളുടെ ചര്യ പിന്തുടർന്നുകൊണ്ട്, അവിടുത്തെ പാത പിന്തുടർന്നുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ 10 സജീവമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് ധന്യമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.